നമസ്കാരം. 2026 അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ അതിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വൻ സാമ്പത്തിക അട്ടിമറി പുറത്തുവരുന്നത്. ഇറാന്റെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ നടത്താനിരുന്ന വൻ വ്യോമാക്രമണം താൽക്കാലികമായി മാറ്റിവെക്കുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവരുന്നതിന് തൊട്ടു മുമ്പുള്ള മിനിറ്റുകളിൽ ആഗോള ഓയിൽ മാർക്കറ്റിംഗ് വൻ അട്ടിമറി നടന്നു. പ്രഖ്യാപനം മുൻകൂട്ടി അറിഞ്ഞ മട്ടിൽ മിനിറ്റുകൾക്കകം $800 മില്യൺ മൂല്യമുള്ള ക്രൂഡ് ഓയിൽ കരാറുകളാണ് ചില വൻകിട കമ്പനികൾ വിറ്റഴിച്ചത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉള്ളറകളിൽ നിന്നുമുള്ള അതീവ രഹസ്യമായ വിവര ചോർച്ചയാണ് ഈ കൊള്ള ലാഭത്തിന് പിന്നിലെന്ന സംശയത്തിൽ അമേരിക്കൻ റെഗുലേറ്ററായ കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്മീഷൻ ഇപ്പോൾ വിപുലമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 2026 തുടക്കം മുതൽ അമേരിക്ക ഇറാനുമേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയിരുന്നത്. ഇന്ത്യൻ സമുദ്രത്തിൽ വെച്ച് ഇറാൻ എണ്ണ കപ്പൽ അമേരിക്കൻ സേന പിടിച്ചതും ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണിയും എണ്ണവില കുതിച്ചുയരാൻ കാരണമായി തീർന്നു. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കാൻ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന വ്യോമാക്രമണ പദ്ധതിയുമായി പെന്റഗണും വൈറ്റ് ഹൗസും മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മാർച്ച് 23 സംഭവം നടക്കുന്നത്. ആക്രമണമുണ്ടായാൽ എണ്ണവില ബാരലിന് $150 കടക്കുമെന്ന ഭീഷണിയിലായിരുന്നു ലോകം. എന്നാൽ മാർച്ച് 23 എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ മാറ്റിവെക്കുകയാണ് എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ വഴി പ്രഖ്യാപിച്ചു. ഇതോടെ എണ്ണവില ഒറ്റയടിക്ക് 13% കുത്തനെ അങ്ങ് ഇടിഞ്ഞു. എന്നാൽ ട്രംപ് പോസ്റ്റ് ഇടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ വിപണിയിൽ ചില വൻകിട സ്രാവുകൾ കളി തുടങ്ങിയിരുന്നു. സാധാരണ വ്യാപാരം കുറഞ്ഞ ഓഫീസ് സമയങ്ങളിലാണ് ഈ അത്ഭുതം നടന്നത്. ഒരു മിനിറ്റിൽ ഏതാനും 100 കരാറുകൾ മാത്രം നടക്കേണ്ട സ്ഥാനത്ത് പെട്ടെന്ന് ആയിരക്കണക്കിന് കരാറുകൾ വിറ്റഴിക്കപ്പെടാൻ തുടങ്ങി. വില ഇടിയാൻ പോകുന്നു എന്നത് ഉറപ്പുള്ളതുപോലെ ആയിരുന്നു ചില കമ്പനികളുടെ ഷോർട്ട് സെല്ലിംഗ് രീതിയിലുള്ള ട്രെൻഡിങ്. എന്തായാലും വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് പ്രമുഖ ആഗോള ട്രേഡിംഗ് സ്ഥാപനമായ ജെയിൻ സ്ട്രീറ്റ് വെറും മിനിറ്റുകൾ കൊണ്ട് കൊയ്തത് $19 മില്യൺ ആണ്. അതായത് ഏകദേശം 158 കോടി രൂപ. ലണ്ടൻ ആസ്ഥാനമായ ക്യൂബ് റിസർച്ച് $5 മില്യൺ, ഫോർസ ഫണ്ട് $10 മില്യൺ അടിച്ചെടുത്തു. ടോട്ടൽ എനർജീസിന്റെ ട്രേഡിംഗ് വിഭാഗമായ ടോസ ഇതിൽ ലാഭമുണ്ടാക്കി. എന്നാൽ ഈ രഹസ്യം അറിയാതിരുന്ന ജം ട്രേഡിംഗ് നഷ്ടമായത് $15 മില്യൺ ആണ്. ഇതിനു പുറമെ ഷെൽ, വിർച്വൽ ഫിനാൻഷ്യൽ തുടങ്ങിയ വമ്പന്മാരും അന്ന് കൃത്യസമയത്ത് ട്രേഡിംഗ് ചെയ്തത് കോടികളുടെ പെട്ടിയിലാക്കി. എന്തായാലും ഇതോടെ തങ്ങൾ അത്യാധുനിക അൽഗോരിതങ്ങളും ട്രംപിന്റെ പ്രഖ്യാപനത്തിന് 15 മിനിറ്റ് മുമ്പ് സെമാഫോർ മാധ്യമം നൽകിയ സൂചനയും വെച്ചാണ് ട്രേഡ് ചെയ്തതെന്ന് കമ്പനികൾ വാദിക്കുമ്പോഴും റെഗുലേറ്റർമാർ അത് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. വൈറ്റ് ഹൗസിന്റെയും പെന്റഗന്റെയും അതീവ രഹസ്യ തീരുമാനങ്ങൾ ചോർത്തി നൽകുന്ന വലിയൊരു ചാരശൃംഖല അമേരിക്കൻ ഭരണകൂടത്തിന് ഉള്ളിൽ തന്നെയുണ്ട് എന്നാണ് CFTC സംശയിക്കുന്നത്. ഞെട്ടിക്കുന്ന കാര്യവും ഈ മാർച്ച് 23 സംഭവം ഒരു ഒറ്റപ്പെട്ട കേസല്ല എന്നതാണ്. ഏപ്രിൽ, മെയ് മാസങ്ങളിലും സമാനമായ ചോർച്ചകൾ നടന്നിരുന്നു. ഏറ്റവും ഒടുവിലായി മെയ് 6 ഇറാൻ സമാധാന ചർച്ചകളുടെ വാർത്ത വരുന്നതിന് തൊട്ടു മുമ്പ് $700 മില്യൺ നിഗൂഢമായ ട്രേഡിംഗ് നടന്നിരുന്നു. യുദ്ധഭീഷണികളും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളും കാരണം ഇന്ധന വില വർദ്ധിച്ച സാധാരണ ജനങ്ങൾ നരകിക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിലെയും വാൾസ്ട്രീറ്റിലെയും വൻ തോക്കുകൾ അത് കോടികൾ കൊയ്യാനുള്ള കള്ളക്കളിയാക്കി മാറ്റിയിരുന്നു. യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും എണ്ണവില ഇടിയുമെന്നും ട്രംപ് പ്രവചിക്കുമ്പോഴും ആ വാർത്തകൾ മുൻകൂട്ടി വിറ്റ് പണമാക്കാൻ അമേരിക്കൻ കോർപ്പറേറ്റ് മാഫിയകൾക്ക് കഴിയുന്നുണ്ട്. എന്തായാലും വിപണിയുടെ സുതാര്യതയും ജനാധിപത്യത്തെയും പൂർണ്ണമായും പരിഹസിക്കുന്ന ഈ $800 മില്യൺ അഴിമതിക്ക് പിന്നിലെ യഥാർത്ഥ അമേരിക്കൻ സൂത്രധാരന്മാർ പുറത്തു വരുമോ, അതോ കോർപ്പറേറ്റ് സ്വാധീനത്തിൽ ഈ അന്വേഷണം മുങ്ങിപ്പോകുമോ എന്ന് ലോകം ഉറ്റുനടക്കും. എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.